ഹലോ, ഒരു കഥ പറഞ്ഞാലോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഐന്താം വേദം എന്ന് പറയുന്ന വെബ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 8 ആയിട്ടാണ്. ഇതോടെ സീസൺ 1 ഇവിടെ തീരാണ്. സീസൺ 2 ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ അറിവൊന്നുമില്ല. അപ്പോൾ എപ്പിസോഡ് 1 മുതൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അന്ന് സ്റ്റാർട്ട് ചെയ്താലോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഹിന്ദിക്കാരൻ ഗുരുജിയുടെ യങ്ങർ ഏജ് ആണ്. ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പെണ്ണ് പറയുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ്, അതായത് ഹ്യൂമൻസിനെയാണ് അവർ പറയുന്നത്, അത് പൂർണ്ണമായിട്ടും ഭാവിയിൽ ഇല്ലാതാവും, പിന്നെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ വെച്ച് കട്ടാവുകയാണ്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഹിന്ദിക്കാരൻ, അതായത് കില്ലർ ഹിന്ദിക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ആരെയോ വെട്ടിക്കൂട്ടി ഒരു മെഷീനിലോട്ടൊക്കെ ഇടുന്നുണ്ട്. ആരെയാന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ലോയറിന്റെ അസിസ്റ്റന്റിനെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവന്റെ തലക്കടിച്ച് കൊന്നിരുന്നല്ലോ. അപ്പോൾ ആ ഒരു അസിസ്റ്റന്റിനെ കട്ട് ചെയ്ത് നുറുക്കായിട്ട് വേറൊരു ബ്ലെൻഡിങ് മെഷീൻ പോലെ ഒരു കാര്യത്തിലോട്ട് ഇടുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ റിയൽ മീറ്റ് പ്രിന്റ് ചെയ്യാൻ പോവാണ്, ഒരു ഹ്യൂമൻ ഫ്ലഷ് വെച്ച്, അതായത് മനുഷ്യന്റെ മാംസം വെച്ചിട്ട് അത് ബയോ ഇങ്കായിട്ട് ഉപയോഗിച്ചിട്ട് റിയൽ ആയിട്ടുള്ള ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രിന്ററും റിയൽ ആയിട്ടുള്ള മാംസം പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. മിത്രം കൊണ്ടുവന്ന ആ ഒരു പാക്കേജ് ഒക്കെ പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഒരു ചിപ്പൊക്കെ അയാൾ എടുത്തു നോക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ ലോയറിനെയാണ് കാണിക്കുന്നത്. ലോയർ അസിസ്റ്റന്റ് മരിച്ചൊന്നും അറിയുന്നതേ ഇല്ല. അപ്പോൾ ലോയർ ആ ഒരു ഫോറിൻ ലേഡിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോറിൻ ലേഡിയോട് ലോയർ പറയുന്നുണ്ട്, നിങ്ങൾ മീറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്പീഷീസിലുള്ള കൗവിന്റെ മീറ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോറിൻ ലേഡിയും പറയുന്നുണ്ട്, ആ ഒരു പരിധി വരെയൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലോയർ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് തന്നെ ഇതിനെ ബേസ് ചെയ്താണ്. അതായത് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, ആൾക്ക് ഒരു റെയർ ബ്രീഡിലുള്ള കൗ ഉണ്ടായിരുന്നു. ആൾക്ക് ആ ഒരു പശുവിനെ കിട്ടിയത് ഇവിടെ അടുത്തുള്ളൊരു കാട്ടിൽ നിന്നാണ്. അങ്ങനെ ഈ ഒരു പശുവിനെ വേറൊരാൾ കട്ടെടുത്തു. അങ്ങനെ ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. ആ കേസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഫോർ ലേഡി പെട്ടെന്ന് പറയാണ്, ആഹാ നല്ല കഥയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഫോർ ലേഡിക്ക് മനസ്സിലായി ഇയാൾ കള്ളം പറയാണെന്നുള്ളത്. ഫോർ ലേഡി പറയാണ്, നിങ്ങൾ എത്ര വലിയ മീറ്റ് പ്രിന്റർ അന്വേഷിച്ചാണ് ഇവിടെ വരെ വന്നിരിക്കുന്നത്? ലോയറും സംശയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഫോർ ലേഡി പറയുന്നുണ്ട്, നിന്റെ ഫോണിൽ വന്ന മെസ്സേജ്, നിന്റെ അസിസ്റ്റന്റ് അയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് നോക്കാതിരിക്കാൻ പറ്റിയില്ല, ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോയറും പറയുന്നുണ്ട്, അത് അത്ര നല്ല ശീലമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോർ ലേഡി പറയുന്നുണ്ട്, ഇത്ര ഇൻവെൻഷൻസ് ഒക്കെ എൻ്റെ ഫീൽഡിൽ എപ്പോഴും കണ്ടുവരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എത്ര വലിയ മീറ്റ് പ്രിന്റർ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ലോയറിനോട് ആ ഒരു ഫോറിൻ ലേഡിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഹിന്ദിക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു മീറ്റ് പ്രിന്റർ യൂസ് ചെയ്തിട്ട് റിയൽ ആയിട്ടൊരു മീറ്റ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ ആ ഒരു മീറ്റ് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ മിത്രനും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മിത്രന്റെ കയ്യിൽ ഈ ഒരു മീറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് മിത്രന് ട്യൂൺ ചെയ്യാൻ വേറെ ഒരാളെ ഒപ്പിച്ചു കൊടുക്കാന്ന് രാധിക പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സ്ത്രീക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അത് ഈ ഹിന്ദിക്കാരൻ തരും എന്നാണല്ലോ രാധിക പറഞ്ഞത്. ആ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു മീറ്റ്. അപ്പോൾ മിത്രൻ ഇത് ചോദിക്കുന്നത്, ഇത് എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. മിത്രന് കാര്യം ഇതൊന്നും അറിയത്തില്ല. സത്യത്തിൽ ഇത് ഒരു സാധനമാണ്, കഴിക്കാനുള്ള സാധനമാണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ്, ഇത് കൊടുത്താൽ മതി ആ ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാനുള്ള മാപ്പും അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തൊട്ടേ ലോയറിനെയും ആ ഒരു ഫോറിൻ ലേഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഫോറിൻ ലേഡി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ പ്രൊഫഷനിൽ ഇങ്ങനൊരു മീറ്റ് പ്രിന്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ക്ലോണിങ്, അതായത് ഒരു മനുഷ്യനെ പോലെ അതേപോലെ ഇരിക്കുന്ന ഒരാളെ ക്ലോണിനെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു മീറ്റ് പ്രിന്റർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ലോയർ സുഖവന, അതായത് ആ ഒരു അസിസ്റ്റന്റിനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ പിന്നെയും മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ ആ ഒരു ഹിന്ദിക്കാരൻ കൊടുത്ത മാപ്പ് യൂസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു ലോയറിനെയും ഇംഗ്ലീഷ് ലേഡീനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവരല്ല എന്ന് രാധിക പറയുന്നുണ്ട്. അവിടുന്ന് വീണ്ടും മറികടന്ന് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ മിത്രനെ അവിടെ ക്രോസ് ചെയ്തിട്ട് ആ ഒരു ഗസ്റ്റ് ഹൗസ്, അതായത് പഴയ ഒരു വീടുണ്ടായിരുന്നല്ലോ, ആ ഒരു തലവന്റെ ഭ്രാന്തിയായിട്ടുള്ള വൈഫ് താമസിക്കുന്നത്, അവിടെയൊക്കെ ചെല്ലുന്നുണ്ട്. ഈ സമയത്തൊക്കെ ലോയറും ആ ഒരു ഫോൺ ലേഡിയും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മീറ്റ് പ്രിന്റർ ശരിക്കുള്ള ക്ലോണിംഗ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കുള്ള മനുഷ്യന്റെ മാംസമൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് കട്ടായ മിത്രനെയാണ് കാണിക്കുന്നത്. മിത്രൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഒരു ജോലിക്കാരി. ഇവരെയാണ് മിത്രന് രാധിക റെഡിയാക്കി കൊടുത്ത ലേഡി. അപ്പൊ ആ ലേഡിയുടെ കയ്യിൽ ഈ ഒരു ഫ്ലഷ് കൊടുക്കുമ്പോൾ ഇവരും ഭയങ്കര സെഡ്യൂസീവായിട്ട് മിത്രനെ അകത്തോട്ട് ഒഴിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഈ സമയത്തൊക്കെ ആ ഒരു ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവർ എൻ്റെ മോൻ വന്നു
ഒന്ന് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മിത്രൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും മിത്രൻ ഈ ഒരു സെഡ്യൂസിങ് എഫക്റ്റിൽ ആ ഒരു സ്ത്രീയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ വേറൊരു വാട്ടർ ബെഡിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇവർ വേറെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡിലോട്ട് കിടക്കാണ്. പെട്ടെന്ന് അവിടെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. അവിടേക്ക് രാധിക, അതായത് രാധികയുടെ റിഫ്ലക്ഷൻ, അതായത് പ്രൊജക്ടർ ഓണായി റിഫ്ലക്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, ഞാനും കൂടെ കണ്ടോട്ടെ മിത്രൻ. അപ്പോൾ മിത്രൻ പറയുന്നുണ്ട്, നീ കണ്ടോ? അപ്പോൾ ആ ഒരു ഹിന്ദിക്കാരനും അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനും കൂടെ കണ്ടോട്ടേടാ എന്ന് ചോദിച്ചിട്ട്. മിത്രൻ പറയുന്നുണ്ട്, നിങ്ങളും കണ്ടോ, എനിക്ക് പ്രശ്നമില്ല. പെട്ടെന്ന് ആ ഒരു ബെഡിൽ കിടന്ന ആ ഒരു സ്ത്രീയും വിറച്ച് ചാവുകയാണ്. അതായത് വായിൽ നിന്ന് ഒരേം പതയം വന്ന് ചാവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവരൊരു ചെറിയ മീറ്റ് കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് വിഷം ഉണ്ടായിരുന്നു. അപ്പോൾ മിത്രനും ഇത് കണ്ട് ഞെട്ടിച്ചാടി എണീക്കുന്നുണ്ട്. എന്താ രാധിക ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ നല്ലൊരു ജീവിതമൊക്കെയാണ് ജീവിച്ചത് മിത്രൻ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാ, ഇവളെ കൊന്നതുപോലെ ഒരു എവിഡൻസും ബാക്കി വെക്കരുത്. പിന്നെ മാത്രമല്ല നീ എൻ്റെ ബയോയിങ്ക് ആകാൻ പോവാണ്, ഞാൻ പുനർജനിക്കാൻ പോവാണ്, അപ്പോൾ എൻ്റെ ബയോയിങ്ക് ആയതിൽ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിത്രൻ അതിൽ രാധിക നീ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ആ ഒരു ഹിന്ദിക്കാരന് അവൻ്റെ തലക്കടിച്ച് കൊന്നിട്ട് അവനെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വലിയൊരു ബോക്സ് പോലത്തെ ഒരു കാര്യമാണ്. അതിനകത്ത് ഹ്യൂമൻ സ്കെലിറ്റൻ പോലെ തന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്കെലിറ്റൻ്റെ ഒരു ഫോം ഉണ്ട്. അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെഷീൻ സ്ക്രൂ ഒക്കെ ഇടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. മിത്രനെ അവൻ അങ്ങനെ വെട്ടിക്കൂട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്കെലിറ്റനിലോട്ട് മാംസം വന്ന് പ്രിന്റ് ആവുന്നുണ്ട്. ഈ സമയം കൊണ്ട് ആ ഒരു ഹിന്ദിക്കാരനും വെളിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഒരു AI ഫോം ഹിന്ദിക്കാരനോട് പറയുന്നുണ്ട്, നിന്റെ പൈസ എന്തായാലും നിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അടുത്ത എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ വിളിക്കാം, അതുവരെ നീ ഒളിവിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ്. അപ്പോൾ പൂർണ്ണിയാണല്ലോ ആ ഒരു വിളക്ക് വെച്ച് ആ ഒരു ചേമ്പർ തുറന്നത്. ആ ശംഭുവാണ് മരിക്കാൻ പോകുന്നത് വിചാരിച്ചിട്ട് ശംഭു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ അച്ഛൻ തിരുമേനി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ അമ്പലത്തിൽ ആ ഒരു കലശമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അനുവിൻ്റെ അച്ഛനും ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ ബ്രഹ്മാവിന് വേണ്ടിയിട്ടുള്ള മന്ത്രമൊന്നും വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു സീക്രട്ട് മന്ത്രമുണ്ട്, അതെന്തായാലും 10 തവണ പറയണം, ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ ആ ഒരു മെയിൻ തിരുമേനിയോടും പറയുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും നമ്മളെ ശംഭുവിനെ അച്ഛൻ തിരുമേനിയാണ് കാണിക്കുന്നത്. അപ്പോൾ ശംഭുവിന് മരണത്തോടുള്ള പേടി മാറ്റാനായിട്ട് ശവദാഹം ചെയ്യുന്ന സ്ഥലം, അതായത് ശവമൊക്കെ കത്തിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ നീ മുഴുവനായിട്ടിരുന്ന് കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു തിരുമേനി ഇവരെ ഫോളോ ചെയ്ത് പാത്ത് വന്ന് നോക്കുന്നുമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശംഭുവിനെ ചുടുകാട്ടി വിറ്റതിന് ശേഷം അച്ഛൻ തിരുമേനിയും ഡയറക്റ്റ് അമ്പലത്തിലോട്ട് തന്നെ പോകുന്നുണ്ട്. അവരവിടെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുവിൻ്റെ അമ്മ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഭാര്യ മരിച്ച ഒരാൾക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. തന്ത്രി ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ അച്ഛനോട്, ഭാര്യ ഉണ്ടല്ലോ അല്ലേ, മരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു ഞെട്ടി അച്ഛ എന്താ പറയുന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അനുവിൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ജീവിച്ച ആ ഒരു സ്ത്രീ ആരാണ് എന്നൊരു ഡൗട്ട് അവിടെ നിൽക്കുകയാണ്. വീണ്ടും നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗോഡൗൺ. അവിടെയൊക്കെ പോലീസൊക്കെ വരുന്നുണ്ട്. ലോയന് മനസ്സിലാവുന്നുണ്ട് സുഗവന, അതായത് ആ ഒരു അസിസ്റ്റന്റിനെ അവിടെ വെച്ച് ആരോ കൊന്നു എന്നുള്ളത്. അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ അനുവിനെ അച്ഛനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ അനുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനു ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. അവിടെ വിചാരം അച്ഛൻ വേറെ 2ാം ഘട്ടമൊക്കെ കെട്ടി എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അച്ഛൻ അവളോട് പറയുന്നുണ്ട്, നിനക്കൊരു ബയോളജിക്കൽ മദറും ഉണ്ട്, സറോഗസി മദറും ഉണ്ട്. നിന്റെ സറോഗസി മദറിന് നിന്നെ പിരിയാൻ ഇഷ്ടമല്ലായിരുന്നു, നിന്റെ ബയോളജിക്കൽ മദറിന് നിന്നെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് സറോഗസി മദറാണ് നിന്നെ വളർത്തിയത് എന്നുള്ള സത്യം അനുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ ആ ഒരു മെയിൻ തന്ത്രിയും വന്നിട്ട് അച്ഛൻ തിരുമേനിയോട് പറയുന്നുണ്ട്, എല്ലാ പൂജ എല്ലാം കഴിഞ്ഞു, ഇനി അർച്ചന ചെയ്താൽ മതി. അച്ഛൻ തിരുമേനി വന്ന് അർച്ചന ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനി പറഞ്ഞാൽ എനിക്ക് പ്രായമായില്ലേ, എന്തായാലും ശംഭു വന്ന് അർച്ചന ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ആ ഒരു ചെറിയ തിരുമേനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അർച്ചന ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല അദ്ദേഹം, അയാൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്, ചുടുകാട്ടി നിൽപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് അച്ഛൻ തിരുമേനി എണീറ്റ് അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അനുവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്, വേണ്ട നിങ്ങൾ പോകണ്ട, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കൂടിയിട്ട് ശംഭു തിരുമേനിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചുടുകാട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അനുവിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ കൂടിയിട്ട് ശംഭുവിനെ ചെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ശംഭുവിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ, നിങ്ങൾ എന്തായാലും വന്ന് അർച്ചന ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അച്ഛൻ തിരുമേനിയും അനുവിനെയും പൂർണിനെയും കൂട്ടിയിട്ട് ആ ഒരു ബ്രഹ്മന്റെ സന്നിധാനത്തിലോട്ട് പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. അനുവിന് പക്ഷേ സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ അനു മാറി ഒരു സൈഡിലായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു ശിവൻ വന്നിട്ട് അനുവിനോട് പറയുന്നുണ്ട്, നീ എന്താ ധ്യാനിക്കുന്നില്ലേന്ന്. അപ്പോൾ അനുവും പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, അതാ നീ പാട്ടുപാട്, എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ എല്ലാം പാട്ട് പാടുന്നതല്ലേ, ഇപ്പം നീ എന്താ പാടാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുവും വല്ലാത്ത രീതിയിൽ പാട്ട് പാടുന്നുണ്ട്. അതായത് ആ ഒരു മന്ത്രങ്ങളില്ലേ, അതായത് ആ ഒരു അറ തുറക്കാനുള്ള മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓലച്ചുവടിയിലിരുന്നത്, ആ ഒരു മന്ത്രങ്ങളാണ് ഉള്ളൂ പാട്ടായിട്ട് പാടുന്നത്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നത് അനുവിൻ്റെ അച്ഛനെയും ശംഭുവിനെയാണ്. അവർ ഈ ഒരു ശ്മശാനത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ.
പെട്ടെന്ന് ഒരു ഇലക്ട്രിക് വയർ പൊട്ടിയിട്ട് നേരെ വന്ന് അനുവിൻ്റെ അച്ഛൻ്റെ ദേഹത്തോട്ട് ഇടിക്കുകയാണ്. അച്ഛൻ അവിടെ നിന്ന് കത്തുവാണ്, ദഹിച്ച് പോവാണ്. അങ്ങനെ വീണ്ടും അനുവിനെ കാണിക്കുന്നുണ്ട്. അനു ഈ ഒരു പാട്ടൊക്കെ പാടി പെട്ടെന്ന് അവിടുത്തെ ഭിത്തിയൊക്കെ പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ ആ ഒരു എഴുത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തിരുമേനിയും പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പൂർണ്ണിയല്ല ഈ ഒരു അറ തുറന്നത്, അനു ആണെന്ന്. അച്ഛൻ തിരുമേനിയും വന്ന് പറയുന്നുണ്ട് ഞാനോർത്ത് എൻ്റെ മകനാലാണ് ഈ ഒരു 5-ാം വേദം ലോകത്തിന് കിട്ടുന്നതെന്ന്, പക്ഷെ നീയാണ് ആ ഒരു 5-ാം വേദം ലോകത്തിന് കൊടുത്തത് കുഞ്ഞെ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ആ ഒരു ക്ലോണിങ് കംപ്ലീറ്റ് ആയിട്ട് പുതിയൊരു മനുഷ്യ രൂപത്തിൽ, അതായത് ഒരു ആണിന്റെ രൂപത്തിൽ വെളിയിലോട്ട് വരുന്നുണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞിറങ്ങി വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വല്ലാത്തൊരു ചലവും ഒക്കെ ആയിട്ടാണ് ഇത് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. വീണ്ടും അനുവിനെയാണ് കാണിക്കുന്നത്. അവിടേക്ക് ആ ഒരു കുഞ്ഞു തിരുമേനി വന്നിട്ട് ഇതുപോലെ അനുവിന്റെ അച്ഛൻ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ട് അനു അലറി കരയുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഒരു മനുഷ്യന്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു മനുഷ്യരൂപത്തിൽ വന്നല്ലോ. അപ്പോൾ ആ ഒരു 5-ാം വേദം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കുറേ കാവൽക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വിടുകയാണ് ഹിന്ദിക്കാരൻ ഗുരുജിയും കൂടെ അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ അകത്ത് ചെന്ന് 5-ാം വേദത്തിന്റെ കണ്ടന്റ് ഒക്കെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അൺനോൺ ലാംഗ്വേജ് എന്നാണ് കാണിക്കുന്നത്. അതായത് മറ്റേ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുരുജിയോട് എന്തേ ആ ഒരു ഓലച്ചുവടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓലച്ചുവടി എരിഞ്ഞു പോയെന്ന് ഗുരുജി പറയുമ്പോൾ ഗുരുജീനെ തന്നെ അറ്റാക്ക് ചെയ്യാണ് അപ്പോൾ ഗുരുജി 1 മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പതിയുടെ മകനെ പറ്റി പറയാണ്. പതിയുടെ മകൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ വികാസിനെയാണ് കാണിക്കുന്നത്. വികാസ് കംപ്ലീറ്റ് ആയ ഒരു സ്ക്രിപ്റ്റ്, അതായത് ആ ഒരു ലാംഗ്വേജും കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്പർ 8 ഇവിടെ തീരുകയാണ്. സീസൺ 1 ഇവിടെ തീരുന്നുണ്ട്. ഓക്കെ, ബൈ, സ്റ്റേ ട്യൂൺ.